ശരിയാക്കാം. ഇത് ഹേയ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇതിന്റെ ആദ്യത്തെ വ്ളോഗാണ്. ഫസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ഞാൻ പറയുന്നത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്റെ പേര് സിയ. ഞാൻ പീച്ചിന്നാണ് വരുന്നത്. തൃശ്ശൂർ പീച്ചി കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതൊരു വെഡിങ് വ്ളോഗ് ആയിട്ടാണ് ഞാൻ ആദ്യം ഇടണം. അപ്പൊ ആദ്യത്തെ ഒരു വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ചെറിയ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ നേരെ. അപ്പൊ ഞങ്ങൾ ഈ പോണത് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വെഡിങ്ങിനാണ്. ഞാനും സോനിയും കൂടിയാണ് സനിയുടെ വീട്ടിലേക്കാണ് പോണത് റെഡി ആവാനൊക്കെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നല്ലോണം ലേറ്റ് ആവുള്ളൂ. ഒരുപാട് നേരം ഞങ്ങൾ വിളിക്കുന്നു. ഞാൻ ഇവിടെ എപ്പോഴും ഒരുമിച്ച് ഇറങ്ങുമ്പോൾ എപ്പോഴും ലേറ്റ് ആയിട്ട് തന്നെ ഇറങ്ങാറ്. അപ്പൊ എന്തായാലും അവളുടെ ഞങ്ങൾക്ക് ചീത്ത കേൾക്കാറുണ്ട്. പിന്നെ ഗൈസ്, ഞാൻ ഈ പറയണൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് ഞാൻ കട്ടാക്കി കളഞ്ഞേക്കാണ്. ഇനി ഈ കാണുന്ന വഴികളൊക്കെ ഞങ്ങൾക്ക് നടന്നു തീർക്കാനുള്ള വഴികളാണ്. ഒരുപാട് ദൂരമുണ്ട്. ഈ വരണ വഴിക്ക് തന്നെ ഒരു കടയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ വന്ന് എനിക്ക് ഒരു ലിപ്സ്റ്റിക് വാങ്ങാണ്ടായിരുന്നു. നടക്കാൻ വഴിക്കൊരു സംഭവം ഉണ്ടായി. അമ്മാമ്മ എന്റെ സോനോട് ചോദിച്ചു, എന്താ രാവിലെ തന്നെ ചെമ്പുത്തിലേക്ക് പോയോ, അമ്പലത്തിലേക്ക് പോയോ, ഒക്കെ ഉണ്ട്. അപ്പൊ ആ തിരക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഞങ്ങൾ പോയിട്ടൊക്കെ വന്നതൊക്കെ ഭയങ്കര കാച്ചില്ലേ. പിന്നീട് ഞങ്ങളോട് ചോദിച്ചു, എന്താ നിനക്കറിയോ അമ്മാമനെ? ഇല്ലടി, എനിക്കൊന്നും അറിയില്ല, ഞാൻ വെറുതെ കാച്ചത്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങളുടെ അമ്മാമനെ പറ്റിച്ചിട്ടാണ് വരുന്നത്. ഇറങ്ങി നോക്കൂ. സുന്ദരിക്കാതെ ഇപ്പൊ തന്നെ ഞാൻ നല്ലോണം ലേറ്റ് ആണ് ഗൈസ്. അപ്പൊ ഞാൻ വേഗം തന്നെ ക്ലെൻസറായിട്ട് മുഖം ഫേസ് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് വാഷ് ആണ് ഡോട്ട് എനിക്ക്. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ വെഡിങ്ങിന്റെ കോസ്റ്റ്യൂം. വേഗം ഒരുങ്ങാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് റൂമിലേക്ക് ഇട്ടത്. ഈ വാരിപ്പൊത്ത് വേറെ ഒന്നും കേട്ടോ, ഞാൻ BB ക്രീമാണ് യൂസ് ചെയ്യണത്. ഏതൊരു ഫംഗ്ഷൻ പോയപ്പോ അത് തന്നെ യൂസ് ചെയ്യാറുള്ളൂ. എന്തൊക്കെ സാധനം നമുക്ക് അറിയില്ല. എന്റെ മോളെ BB ക്രീം എടുക്കണേന്ന് എന്റെ കുട്ടിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ തന്നെ അവൾ വേഗം ഓടിയിട്ടോ. അപ്പൊ പിന്നെ ഞാൻ കുറെ നേരം ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിന്നു. കണ്ണിന്റെ അടിയിൽ എഴുതണോ, കണ്ണിന്റെ മേലെ എഴുതിയാൽ മതിയോ, കണ്ണിന്റെ അടിയിൽ എഴുതിയാൽ മതിയോ, അതൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നീടാണ് ഗൈസ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ മേടിച്ച ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് നമ്പർ ഇല്ല. ഞാൻ മേടിക്കാൻ പോയത് ഡാസ്ലറിന്റെ തന്നെ DL842 ആണ്. പക്ഷെ എനിക്ക് കിട്ടിയത് അതല്ല. പറ്റിച്ചു. അടുത്ത ടാസ്ക് ആണ് മുടി. ഇത് എന്ത് ചെയ്യും സംരംഭം? ഏതൊരു ഫംഗ്ഷന് പോയാലും മുടി ഇങ്ങനെ കൊണ്ടയില് മാത്രം കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ മുടി ഇട്ടിട്ട് ഒരു ഫംഗ്ഷൻ ഇതുവരെ പോയിട്ട്. അപ്പൊ ഇതും ഇങ്ങനെ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. മുടി അയച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് മെയിൻ ആയിട്ട് മുടി അയച്ചാൽ തന്നെ പ്രശ്നം. എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ വരില്ല മുടി അയച്ചിടുമ്പോ. കമ്മല് ഇതാണ് ഇട്ടത്. കുഴപ്പമൊന്നുമില്ല. ഇത് പെട്ടെന്നായിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ കമ്മല് വാങ്ങിയിട്ടില്ല, മാല വാങ്ങിയിട്ടില്ല. ഡ്രസ്സ് ഇന്നലെയാണ് എനിക്കിങ്ങനെ തയ്ച്ച് കിട്ടി തന്നെ. അപ്പൊ അതുകൊണ്ടായിട്ടുള്ള ഭയങ്കര ലാഗായിരുന്നു. ആദ്യം ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടാ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ പൊളിഞ്ഞു. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചു ഞാൻ. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ പൊളിഞ്ഞു. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ പരിപാടിയാണ് എങ്കിലും വലിയൊന്നല്ല. ഗായ്സ്, ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു തപ്പിപ്പിടുത്തലൊക്കെ ഉണ്ടാവും സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഫസ്റ്റ് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര വെറുപ്പിക്കലേക്കായിരിക്കും. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് യൂട്യൂബർ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് സംസാരിച്ച് അങ്ങനെ വലിയ ഇത് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കോസ്റ്റ്യൂമായിട്ട് വരുന്നത്. നമ്മൾ ഫുള്ളായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് BB ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഭയങ്കര ഓവറാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ കാണാൻ പോലെ കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഓവറ പോലെ ഉണ്ട്. പിന്നെ ജസ്റ്റ് കണ്ടു വരുന്നത് അടിയിൽ എഴുതി കഴിഞ്ഞാൽ ഉറങ്ങിയ എനിക്ക് കണ്ണെഴുതിയാൽ അത് മെയിനായിട്ട് കണ്ണിന്റെ അടി എഴുതിക്കാൻ ഉറക്കം വരും. അത് എഴുതാണ്ടാണ് അങ്ങനെ ആവണേ. അവർക്ക് ചിരിക്കട്ടെ ഞാനിങ്ങനെ പറയുമ്പോ. അതിങ്ങനെ ശരിയില്ല. ഞാൻ വീഡിയോസ് എടുക്കും, പക്ഷെ ഇങ്ങനെ പറയാൻ വീഡിയോസ് ഇങ്ങനെ ആദ്യം പ്രശ്നമാണ്. സ്ഥലത്തേക്ക് പോകുമ്പോ ഹെയർ സ്റ്റൈൽ ഇല്ലാണ്ട് ഇങ്ങനെ പോകേണ്ട അവസ്ഥയാ. കുറെ നേരം കളിക്കണം. ആരും കുറ്റം പറയട്ടാ. എല്ലാരും കുറ്റം പറയണേ. ഞാൻ വീണ്ടും ഇതഴിച്ചു. ഇതൊന്നും നടപടിയാണ്, കേസല്ല ഗൈസ്. സനി പ്ലിയായി ആദ്യം വരുന്നുണ്ട്. തപ്പി വരുന്നുണ്ട്. സ്ലേഡൊന്നുമില്ലാണ്ട് വരണേ. കണ്ട ഫൈനൽ ലുക്ക്. അവളുടെ ഫൈനൽ ലുക്ക് ഇത്. എന്റെ ഫൈനലും ലാസ്റ്റ് ചെയ്ത ലുക്ക് ഇത്. വരുമ്പോ എന്തായാലും ഭൂതം പോലെ ആവുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ വേഗം കൊറേ നേരം ഞങ്ങൾ ഇത് തന്നെ നിൽക്കണു. ഇറങ്ങിയപ്പോ മഴയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ വെയിലാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ വെയിലെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പൊ അതൊക്കെ നടക്കണത്. നല്ലോണം ലേറ്റ് ആയിട്ടാണ് അവിടെ ഇറങ്ങി തന്നെ. ഭയങ്കര മലയാളി തനിമ പോലെയാണ് പോണത്. എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ പേര് വിളിക്കാത്ത? എന്തായാലും ഇങ്ങനെ നല്ല വെയിലാണ്. ആദ്യമായിട്ടാണ് നോക്കെടുക്കുന്നത്. വെയിൽ കിട്ടുന്നത് പിന്നെ ആൾക്കാരും നമുക്ക് നോക്കിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. ഓടെ ഉള്ളതുകൊണ്ട് ഒരു കാര്യം ഉണ്ടോ ആ ഭാഗത്തുണ്ടോ നിങ്ങൾ പറയാൻ ഗൈസ്?
ഇതൊക്കെ എപ്പോ പോസ്റ്റ് ചെയ്യുന്നതാണ് തമ്പരാൻ അറിയാം. ഇതിൽ ആ ഭാഗത്തിന്റെ ഒന്നും തമ്പരാൻ അറിയാം. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു പിമ്പിൾസ് പോയ എന്റെ വീഡിയോസ് ഇടാനായിട്ട്. അത് ഇടാത്തത് വേറൊന്നല്ല, എന്റെ ഫോൺ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ തന്നെ കട്ടായിട്ടാണ് വീഡിയോ എടുക്കണത്. ഫോൺ കടയിലൊക്കെ കൊടുത്തിരുന്നതാണ്, പക്ഷെ അവിടെ നിന്ന് അത്രയും ദൂരം നടക്കണ്ടേന്ന് വെച്ചിട്ട് ഞങ്ങളുടെ ഓട്ടോയൊക്കെ വിളിച്ച് വേഗം പോകേണ്ട വന്നിരുന്നു. അങ്ങനെ ബസ് കയറി പെട്ടെന്ന് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയാ, കുറെ വർഷത്തിന് ശേഷമാണ് ഇവരെ കാണുന്നത്. അപ്പൊ തന്നെ പറഞ്ഞിട്ടായിരുന്നു വ്ളോഗ് ഒക്കെ എടുക്കുന്നത്, മുൻകൂട്ടി പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് തോന്നുന്നത് അവർക്ക് ഭയങ്കര നാണായിരുന്നു. ഞങ്ങൾക്ക് കൂടെ പഠിച്ചൊരു കുട്ടീനെ ഇതേപോലെ കല്യാണ വശത്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. കണ്ടപ്പോൾ 2-3 ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ കയറിയത്. ഫുഡ് മുക്കില്ലേ കഴിക്കണത്. അപ്പൊ ബീഫ് ബിരിയാണിയാണ്. പതിവ് പോലെ ഞാൻ മതിയാക്കും ചെയ്തു. ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാനുള്ള, സൗണ്ട് ക്വാളിറ്റി ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ ക്ലീൻ അപ്പ് ചെയ്തിട്ടാണ് ഈ വോയിസ് ഒക്കെ ഇടാൻ. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് സൗണ്ട് ആയി നിങ്ങൾക്കും കേൾക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇറങ്ങാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. പക്ഷെ അപ്പൊ തന്നെ മഴ പെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം മഴയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് മഴ പെയ്തത്. ഞാൻ ആകെ എൻ്റെ മാത്രമേ കൊട ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മെയിൻ ആയിട്ടുള്ള ടാസ്ക്. ഞങ്ങൾ എല്ലാവരും കാറിലേക്ക് കയറിയപ്പോ തന്നെ നല്ല മഴയായിരുന്നു. അപ്പൊ അതിന്റെ ബഹളവും ആകെ ഇതിൽ അങ്ങോട്ട് വൈബായി. അതൊക്കെ മഴ പെയ്യുന്നുണ്ട് ഗൈസ്, നല്ല മഴയാണ് ഗൈസ്. ഗൈസ്, ഇറങ്ങിയപ്പോൾ തന്നെ സംഭവം എന്റെ ഫോണൊക്കെ തെറിച്ചു പോയി, വെള്ളത്തിൽ ഒഴുകി വരെ പോയി. നല്ല മഴ പെയ്തു. ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടിയോണ്ട് കുഴപ്പമുണ്ടായില്ല. പക്ഷെ നല്ല പെരുമഴ. ഫോണൊക്കെ നല്ലോണം തുടച്ചു. പക്ഷെ ഞാൻ ആദ്യം ഓണാക്കി നോക്കിയത് ക്യാമറയാണ്. ക്യാമറ ഓൺ ആവണ്ടോന്നാണ് നമ്മൾ ആദ്യം നോക്കിയത്. അങ്ങനെ സനിയുടെ വീട് എത്തുമ്പോഴേക്കും നമ്മുടെ മഴയൊക്കെ ഒന്ന് സെറ്റ് ആയിണ്ടായിരുന്നു. വീഡിയോ വളരെ ബോറാണെങ്കിലും ഗൈസ് അടുത്ത വട്ടം ശരിയാക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഇനിയുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.